C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആഹാ, ഇറക്കിക്കൊണ്ടുവാ. ഞാനൊന്ന് കാണട്ടെ എന്റെ അമ്മാവനെ. അല്ലച്ചാ, അയാളെ ഇറക്കിക്കൊണ്ടുവന്നേ. സർ, സാറിന് ഇയാളെ അറിയോ? ഇയാളുടെ പേര് പീതാംബരനാണെന്ന് ഒരു പോലീസുകാരൻ തറപ്പിച്ചു പറഞ്ഞു. സാറിന്റെ അളിയനാണെന്ന് കൂടെയുള്ള ആളും പറഞ്ഞു. അയാളെയും കൊണ്ടുവന്നേ. ഇത് ആ കല്യാണ ബ്രോക്കറല്ലേ? സാറൊന്നും പറഞ്ഞില്ല. അത് പിന്നെ ആളിത് തന്നെയാ. എന്റെ അളിയനാ. ഒരബദ്ധം പറ്റിപ്പോയതാ. ഇത് വിഷയമാക്കരുത്. സാറിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ അകത്തിട്ടേനെ. സാറിന്റെ വില കളയരുതെന്ന് അളിയനോടൊന്ന് പറഞ്ഞേക്ക്. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. എന്താ മേനോനെ ഇതൊക്കെ? താനെന്തിനാണോ സ്വന്തം വില കളഞ്ഞു വിളിക്കുന്നത്? എനിക്കിനി ഇവിടെ ജീവിക്കാൻ അർഹതയില്ല. മേനോനൊരു അബദ്ധം പറ്റിയതാ. ഇനി അതുണ്ടാവില്ല. ഇത് മേനോനൊന്നും അല്ല. പീതാംബരന. എന്റെ അച്ഛന്റെ പേര് പീതാംബരൻ. ഞങ്ങൾ നിങ്ങളെ ചതിച്ചതാ. എന്റെ അച്ഛൻ കാനഡക്കാരനൊന്നും അല്ല, കാട്ടാക്കടക്കാരനാ. എടി അച്ചു, നീ ഇത് എന്തൊക്കെയാ പറയണത്? നിനക്കെന്താ വട്ട് പിടിച്ചാ? എന്നെ പറ്റി പ്രവീണേട്ടന് ഒന്നും അറിയില്ല. ഈ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി ഞങ്ങൾ നാടകം കളിച്ചതാ. ആ വീട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തതാ. ഞാൻ കൊണ്ടുവന്നത് മുഴുവൻ ഇമിറ്റേഷൻ ഗോൾഡാ. ചതിക്കായിരുന്നു പ്രവീണേട്ടനെ.
സംഗീതമ്മേ, വിപിൻ വയ്ക്കും. സംഗീതമ്മയ്ക്ക് എന്താ ഒരു മാറ്റം പോലെ? ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണമെന്നറിയാതെ കുഴയാണ് ഞാൻ. അതിന്റെ അർത്ഥം സംഗീതമ്മയ്ക്ക് എന്നിലുള്ള വിശ്വാസം ഇല്ലാതായി എന്നല്ലേ? അതെ. സംഗീതമ്മേ, സംഗീതമ്മ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. ഒരു തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ട് പോവാതെ അതെന്താണെന്ന് പറയണം. എന്തിനും ഏതിനും നിങ്ങൾക്കൊപ്പം നിന്നവനാ ഞാൻ. സ്വന്തം അമ്മയ്ക്ക് പോലും നൽകാത്ത സ്ഥാനം നിങ്ങൾക്ക് നൽകിയതാ. അതിനുള്ള ശിക്ഷയാണോ? വിപിൻ പിണങ്ങിപ്പോയി അനു ഹോസ്പിറ്റലിലായ ആ രാത്രി വിപിൻ എവിടെയായിരുന്നു? അതേപ്പറ്റി ചോദിച്ചപ്പോ വിപിൻ എന്നോട് പറഞ്ഞത് കള്ളമായിരുന്നു. അന്ന് രാത്രി വിപിൻ കഴിഞ്ഞത് നീലിമയ്ക്കൊപ്പമായിരുന്നു. നീലിമയുടെ വീട്ടിൽ. ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നാവും വിപിൻ ആലോചിക്കുന്നത്. ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ തെളിവുകൾ നേരിൽ കണ്ടാലും എങ്ങനെ വിശ്വസിക്കാതിരിക്കാനാവും? എന്ത് തെളിവ്? അത് വിളിച്ചു കൂവി പറയാൻ എന്റെ നാവ് വഴങ്ങില്ല. ഞാൻ കാണിച്ചു തരാം. പറ, ഇതവള് മോർഫ് ചെയ്തുണ്ടാക്കിയതാണ്? അല്ല, ഒറിജിനൽ ചിത്രം തന്നെയാ അത്. ബെഡിൽ കിടക്കുന്നത് ഞാൻ തന്നെയാ. അത് നീലിമയുടെ റൂം തന്നെയാ. ഇത്ര വേഗം വിപിൻ ഇത് സമ്മതിച്ചു തരുമെന്ന് ഞാൻ കരുതിയില്ല. സത്യത്തിന് നേരെ കണ്ണടച്ച് ഞാൻ ശീലിച്ചിട്ടില്ല. എന്തിനത് ഞാനല്ലെന്ന് പറയണം? അച്ചു ഇവിടുന്ന് പോയാലും പ്രവീണേട്ടന്റെ ഭാര്യയല്ലാതാവോ? എന്ത് ഭാര്യ? തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന കൂട്ടരാ ഇവളുടെ തന്തേ. കൂട്ടരൊരു ബ്രോക്കറും ഉണ്ട്. അവനാണെങ്കിൽ ഒരു പെരിച്ചാഴി. ഇവിടുന്ന് മുങ്ങിയ അടുത്ത പൊങ്ങാൻ പോകുന്നത് മലപ്പുറത്തെ കോഴിക്കോടായിരിക്കും. അവിടെ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു നല്ല വീട്ടിൽ പോയി കേറും. സ്വന്തം ഭാര്യയെ പറ്റി ഇങ്ങനെയൊന്നും പ്രവീണേട്ടൻ പറയരുത്. ദിവ്യ, നീ എന്റെ സ്വഭാവം മാറ്റിക്കരുത് കേട്ടോ. എന്നെ ചൊല്ലിയൊരു വഴക്ക് വേണ്ട. നിന്റെ ആഭരണങ്ങളെല്ലാം അലമാരയിൽ ഉണ്ടോ എന്ന് ചെന്ന് നോക്കണം. അതും അടിച്ചോണ്ടായിരിക്കും പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ കൈയോടെ പിടിക്കാം. വേണമെങ്കിൽ ആ പെട്ടി പരിശോധിച്ചു നോക്കും. സത്യത്തിൽ കല്യാണ തട്ടിപ്പിന് കേസ് കൊടുക്കുക വേണ്ടത്. അച്ഛൻ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഞാനെന്തോ പറയാനേ? അവളെ കൂടെ പൊറപ്പിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഞാനല്ലോ, അവനല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാച്ചാ. ഞാൻ തട്ടിപ്പുകാരി തന്നെയാ. എനിക്കത് നന്നായിട്ട് അറിയാം. ഞാൻ പോവുക. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. വേണമെങ്കിൽ എന്റെ ബാഗ് പരിശോധിക്കാം. ഒന്ന് പോയി കിട്ടിയാ മതിയേ. പോകുമ്പോഴേ ആ മുക്കുവണ്ടം കൂടി എടുത്ത് കാണുമല്ല. അടുത്ത തട്ടിപ്പിന് അത് വേണ്ടി വരും. ആ പിന്നെ എന്റെ ഡിവോഴ്സ് നോട്ടീസ് പിന്നാലെ വരും. ഇനി അതിപ്പോ ഏത് അഡ്രസ്സിലാണോ അയക്കേണ്ടത് എനിക്കറിയാൻ പാടില്ല. അശ്വതി അച്ചു കേട്ടപ്പോ തന്നെ ഫേക്കാണെന്ന് എനിക്ക് തോന്നിയതാ. മുഴുവൻ ഉടായ്പ. എന്റെ ജീവിതത്തിൽ തന്നെ വന്ന് പെട്ടല്ലോ ദൈവം. ആശ്വസിപ്പിക്കുന്നു. പൊക്കോളൂ എന്റെ മുന്നിൽ നിന്ന്. മൂക്കറ്റൻ കള്ളും കുടിച്ച് രണ്ടുപേരുടെ പിന്നിൽ കയറിയിരുന്ന് പോലീസുകാരുടെ മുന്നിൽ ചെന്ന് ചാടാൻ തോന്നിയല്ലോ. വില കളയാതെ ജീവിക്കണോന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നാ പോലീസ് പിടിച്ചപ്പോ എന്തിനാ ജഡ്ജിയുടെ പേര് പറയാൻ പോയത്? സ്വന്തം പേരങ്ങ് പറഞ്ഞാ പോരെ? എങ്കിൽ ഇതൊക്കെ സംഭവിക്കായിരുന്നോ?
പോലീസുകാര് ജഡ്ജിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ? വെള്ളത്തിന്റെ പുറത്ത് പോലീസുകാരോട് അച്ഛൻ അങ്ങനെ പറഞ്ഞുപോയി. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. മോളല്ലേ അവിടെ ചെല്ലാൻ വിളിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ തടി ഊരിയന്. അച്ഛൻ ഇങ്ങനെ തുടങ്ങിയ നിലയ്ക്ക് ഞാൻ എന്തിനാ മറച്ചു വെക്കുന്നേ? നാളെ വേറൊരു വിഷയമായിരിക്കും അച്ഛൻ കാരണം ഉണ്ടാവാൻ പോകുന്നേ. എന്നാലും ഉടനെ വേണ്ടായിരുന്നു. അച്ഛൻ എന്താ തിരിച്ചു പോകാത്തേന്നും വിസയുടെ കാര്യവും ചോദിച്ച് പ്രവീണേട്ട എന്റെ പിന്നാലെ നടക്കുമായിരുന്നു. ഇനി ഈ കള്ളക്കളി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എനിക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അച്ഛൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയണ്ട. ഞാൻ വല്ല വിഷവും വാങ്ങി കുടിച്ച് ചാവാൻ പോവാ. അയ്യോ, അങ്ങനെയൊന്നും പറയരുതേ മോളെ. ഒന്ന് പോകുന്നുണ്ടോ? അവളിവിടുന്ന് ഇറങ്ങി പോകുന്ന കണ്ട് നെഞ്ചു പൊട്ടി കരഞ്ഞതാ ഞാൻ. അവളുടെ ജീവിതം തകർത്തിട്ട് ദൈവം അച്ഛന്റെ മോൾക്ക് നല്ലൊരു ജീവിതം തരുന്ന കരുതുന്നുണ്ടോ? ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ? കോമ്പൻസേഷനായി നല്ലൊരു തുക അവൾക്ക് കൊടുക്കാം. അതുകൊണ്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ബിസിനസ് അവൾ ചെയ്യട്ടെ. ഒരു ബൊട്ടിക്കിനിട്ട് കൊടുക്കാം. അതൊക്കെ അച്ഛന്റെ പരിശ്രമം ഫലിക്കാതെ വന്നാ ചെയ്താ മതി. അച്ഛൻ ഇപ്പൊ ചെയ്യേണ്ടത് പ്രവീണേട്ടന്റെ അച്ഛനോട് സംസാരിക്കാന്നുള്ളതാ. അങ്ങേരോട് ഞാനെന്ത് പറയാനാ? അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാണ്. എനിക്കത് പറയാൻ പറ്റുമോ? അയാൾക്കിതൊരു വലിയൊരു അപമാനമായിരിക്കല്ലേ മോളെ? എന്തൊക്കെ പറഞ്ഞാലും സമൂഹത്തിൽ നല്ലൊരു വിലയും നിലയുമുള്ള മനുഷ്യനാണ്. പുറത്തിറഞ്ഞാൽ നാണക്കേടാവെന്ന് കരുതിയാ അദ്ദേഹം പീതാംബരനെ തൊടാതിരിക്കുന്നത്. അങ്ങേരെ പോലുള്ള ആൾക്ക് ഇങ്ങനൊരു അക്കടി പറ്റിയെന്ന് പറഞ്ഞാൽ സഹിക്കൂ? വേണ്ട. ഇനിയിപ്പോ ജസ്റ്റിസ് പരമേശ്വരനല്ല, ഞാനാണെങ്കിൽ സഹിക്കൂ? പീതാംബരന്റെ അഴുകിയ ശവം ഏതെങ്കിലും പുഴയെ മുങ്ങിയനെ. ചെയ്തു വെച്ചിട്ട് നിന്ന് ന്യായം പറയുന്ന കണ്ടില്ലേ? അച്ഛന്റെ ആ സ്വഭാവം എന്റെ അടുത്ത് ഇറക്കണ്ട. എന്തായാലും ജോലിക്കെന്ന് പറഞ്ഞ് പ്രതാപേട്ടന് ബാംഗ്ലൂർ പോകാൻ തോന്നിയത് നന്നായി. അല്ലെങ്കിൽ ഈ വീടെടുത്ത് മറച്ചിട്ടേനെ. അല്ല, ജഡ്ജിയോട് ഞാൻ എന്താ പറയണ്ടേ? അച്ഛന്റെ കയ്യിലാണോ അതിനു വേണ്ട നമ്പർ ഇല്ലാത്തത്? അച്ഛന് തിരിച്ചു വിളിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറംലോകം അറിയുന്നെങ്കിൽ പറഞ്ഞാ മതി. അതിനു വേണ്ട നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് അച്ഛന് കിട്ടിയ വിവരമായിട്ടങ്ങ് പറ. പ്രതാപേട്ടന്റെ അച്ഛൻ പേടിക്കും. അച്ഛന്റെ അച്ഛൻ ഒന്നിനും പോവില്ല എന്നുള്ള വിശ്വാസത്തിലിരിക്കുക അച്ഛൻ. അത് വെച്ച് ഞാനൊരു അലക്കാം. ജഡ്ജ് വീഴുന്നുള്ള കാര്യം ഉറപ്പാ. നീ വെറും മണ്ണുണ്ണിയല്ല. അച്ഛാ, അവള് പാവപ്പെട്ട പെണ്ണാണെന്നറിഞ്ഞപ്പോ ഈ വീട്ടിലുള്ളവർക്ക് അച്ചു കൊള്ളരുതാത്തവളായി. അവളിവിടെ വരുത്തിയ മാറ്റമൊക്കെ എല്ലാരും അങ്ങ് മാറുന്നു. പ്രതാപേട്ടന്റെ അച്ഛൻ വരെ അവളെ പുകഴ്ത്തി പറഞ്ഞതാ. എടി മോളെ, ഈ മനുഷ്യനെ വില കൽപ്പിക്കുന്ന മാനദണ്ഡം പണമാ. അല്ലാതെ ഈ സ്വഭാവത്തിനൊന്നും ആരും വില കൽപ്പിക്കില്ല. അവൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞാലും അത് വെള്ളത്തിൽ വരച്ച വര പോലെയായത് അതുകൊണ്ടാ. ശരി മോളെ, ഞാൻ ജഡ്ജിയുള്ളപ്പോ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. കൊണ്ടുപോകാൻ പറ്റൂലെന്ന് ഞാൻ നോക്കാം.
ഓടി. എന്നെ വിടാൻ. നീ ഇനി ജീവിച്ചിരിക്കണ്ട. എന്നെ വിടാനാ പറഞ്ഞേ. വരാൻ. ഓടി. സ്നേഹിച്ചും ലാളിച്ചും നിന്നെ നിന്റെ വീട്ടുകാർ വഷളാക്കി. നിന്റെ കണ്ണിൽ മറ്റുള്ളവർക്ക് ഒരു വിലയില്ലാതെ. നിന്റെ പിടിവാശികൾ മാത്രം നിനക്ക് ജയിച്ചു കിട്ടണം. ഇനി അത് നടക്കില്ലടി. ഇന്നത്തോടെ നീ എന്ന ഭാരം എനിക്ക് തീർന്നു കിട്ടണം. എന്നെ കൊന്നിട്ട് സൂഹിക്കാൻ നിങ്ങൾ കരുതണ്ട. സുഖിക്കോടി ഞാൻ. ഇത്രയും കാലം നീ എന്ന ചിന്തയിൽ ഞാൻ ജീവിച്ചു. ഇനിയുള്ള എന്റെ ജീവിതം അങ്ങനെ ആവില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. അതിന് നീ എനിക്കൊരു തടസ്സമാണ്. അതിനെനിക്ക് നിന്നെ ഇല്ലാതാക്കിയേ തീരൂ. നിന്നെ നന്നാക്കി എടുക്കാൻ എനിക്ക് കഴിയില്ലടി. എനിക്കെന്നല്ല, ദൈവത്തിന് പോലും അതാവില്ല. അങ്ങനത്തെ ഒരു ജന്മമാണ് നിന്റേത്. സ്നേഹത്തിന്റെയും കണ്ണീരിന്റെയും വിലയറിയാത്ത നീ ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടവളാ. പോയി മരിക്കടി. എനിക്കിനി നിന്നെ വേണ്ട. ചേട്ടാ, ക്ഷമിച്ചും സഹിച്ചും മടുത്തു. ബാക്കിയുള്ളവരെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. നീ എവിടെയെങ്കിലും പോയെന്ന് തൊലയ. ഓടിവിടെ. ഓടി ചേട്ടാ, പ്ലീസ്. വരാനല്ലേ പറഞ്ഞത്? പോയി ചാടി. നീ ചാണം. പോയി ചാടാൻ. അച്ഛൻ സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് സംഗീതമ്മ ആ മനുഷ്യനോട് പറഞ്ഞത് അവരുടെ കുഞ്ഞ് നഷ്ടമായെന്ന. നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് അച്ഛൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് രക്തത്തെ തിരിച്ചറിഞ്ഞ് സംഭവിച്ചു പോയതാ. സത്യത്തിൽ നിന്റെ അമ്മ ആ കുഞ്ഞിനേക്കാൾ സ്നേഹിച്ചത് നിന്നെയായിരുന്നു. മുലപ്പാലില്ലാതെ കുഞ്ഞ് വിശന്ന് കരയുന്ന എത്രയോ രാത്രികളിൽ അവര് നിന്റെ മുറിയുടെ പുറത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് കൊടുക്കാൻ കഴിയാത്ത പാല് ആ കുഞ്ഞിന് അവര് കൊടുക്കരുതെന്ന വാശിയായിരുന്നു നിനക്ക്. വാതിലിന്റെ പുറത്ത് നിൽക്കുന്നത്
കുഞ്ഞിന്റെ പെറ്റമ്മയാണെന്ന് നീ അറിയാതെ പോയി. എന്തിനാ സംഗീതാമ്മയോട് ഞാൻ ഇത്രയും ആദരവ് കാണിക്കുന്നതെന്ന് നീ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടില്ലേ? അവരിലെ അമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എന്റെ അമ്മയ്ക്ക് കൊടുക്കാത്ത വില ഞാൻ അവർക്ക് കൊടുത്തത് അതുകൊണ്ടാ. എനിക്കവര് ദേവതയല്ലാതെ മറ്റെന്താ? അങ്ങനൊരു അമ്മയുടെ വയറ്റിൽ വന്ന് പിറക്കാൻ സുഹൃതം ചെയ്യണം. സത്യത്തിൽ സംഗീതാമ്മ വിഡ്ഢിയാവുകയാണ് ഉണ്ടായത്. പ്രസവത്തിൽ അവരുടെ കുഞ്ഞ് മരിച്ചുപോയെന്നറിഞ്ഞാൽ നിനക്ക് അവരോട് തോന്നിയ വാശിയും പകയും കെട്ടടങ്ങുമെന്ന് അവർ കരുതി. പക്ഷേ നീ കാണിച്ചത് വിജയിച്ചതിന്റെ അഹങ്കാരമായിരുന്നു. അതിന് എന്റെ അമ്മ നിന്നെ നന്നായി പ്രയോജനപ്പെടുത്തി. സംഗീതാമ്മയിൽ നിന്ന് നിന്നെ അകറ്റാൻ അവർ നിരന്തരം ശ്രമിച്ചത്. എന്റെ അമ്മയുടെ മനസ്സ് നീ അറിയാതെ പോയി. നിന്റെ കൂടെ നിൽക്കുമ്പോഴും നിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അവിടെ നീലിമയെ പ്രതിഷ്ഠിക്കാനാ അമ്മ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അനു 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 എവിടെ നോക്കിയ പെണ്ണ് ഇവിടെ നടക്കുന്നേ? മോത്ത് കണ്ടില്ലേ? കുറ്റിയും പറിച്ച് വന്നേക്കാം. എന്റെ ദേവി, ഇത് ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കോ? എങ്കിൽ ഞാൻ അമ്മയോട് ചെയ്ത പാപങ്ങൾ ദൈവം പോലും പൊറുക്കില്ല. എങ്ങനെ ഞാൻ അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.